ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ സമൂസയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചിക്കൻ സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ ഞാനൊരു വലിയ 3 സവാള ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാന് അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വലിയ ജീരകം ഇട്ട് കൊടുത്ത് ജീരകം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്നൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് സമൂസയിൽ നമ്മൾ ഓവറായിട്ടൊന്ന് സവാള ഒന്ന് സോഫ്റ്റായിട്ട് എടുക്കില്ല, ഒന്ന് കടിക്കാൻ കിട്ടുന്ന ലെവലിലാണ് കേട്ടോ സമൂസയിൽ സവാള നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ലെവലിലാണ് ഞാൻ വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വേവിച്ചെടുക്കണം. ഇതെല്ലാം വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ് കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ 3 പൊടികൾ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഉള്ളി വഴറ്റിയ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ ഞാൻ കൈകൊണ്ട് പിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്നാകെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മല്ലിയില എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് കറിവേപ്പില മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കറിവേപ്പില മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സമൂസയിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറിയിട്ടാണ് നമ്മൾ സമൂസയിൽ ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വേറെ പാത്രത്തിലേക്കാക്കി ഒന്ന് ചൂടാറാൻ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സമൂസ തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ സമൂസ പകരം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ പകുതി ഞങ്ങൾ മുമ്പ് ഉണ്ടാക്കിയതാണ്, അതിൻ്റെ ബാലൻസുള്ള ഷീറ്റാണ് കേട്ടോ അത്. ഇനി സമൂസ
ചുറ്റിയെടുക്കുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊന്ന് കാണിക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഞാൻ ചുറ്റിയെടുക്കാറുള്ളത്. വളരെ ഈസിയാണ് കേട്ടോ. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കൂട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കോണായിട്ടൊന്ന് മടക്കിയെടുത്ത് അതിൻ്റെ അറ്റഭാഗത്ത് മൈദപ്പശയും ചേർത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒരു സമൂസ നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ബാക്കിയെല്ലാം കൂടി ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഒരു ഷീറ്റും കൂടി ഒന്ന് മടക്കിയെടുക്കുന്നതൊന്ന് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ കോണിലൊന്ന് മടക്കിയെടുത്തിട്ട് 2 ടീസ്പൂൺ മസാല ചേർത്ത് അറ്റഭാഗം പശ കൊണ്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. വളരെ ഈസിയാണ് സമൂസ ചുറ്റിയെടുക്കാൻ. ഇതുപോലെ ബാക്കിയെല്ലാം കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മുഴുവൻ ഷീറ്റ് ഞാനിങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആ ഒരു മസാലക്കൂട്ട് കൊണ്ട് ഞാനൊരു 25 സമൂസയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്കൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സമൂസ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് വെന്തത് കാരണം നമുക്ക് അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ 3 വെച്ചിട്ട് കൊടുത്തിട്ടാണ് ചുട്ടെടുക്കുന്നത്. ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഭാഗത്ത് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയെല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. നമ്മൾ എല്ലാ സമൂസയും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള അത് ടേസ്റ്റാണ്. നമ്മളെ കൂട്ട് കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നല്ല സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ സമൂസ ഇതുപോലെ ചിക്കൻ സമൂസ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. അത് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, കുറഞ്ഞ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ മുമ്പത്തെ വീഡിയോസെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം പോയി കാണുക. പുതിയ വീഡിയോസുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.